കാണിച്ചു തരാം. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ 6 പാൽപ്പൊടി ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഒരേ സൈസാണ്. അതായത് പാൽപ്പൊടി ടിൻ എല്ലാം ഒരേ സൈസാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ പാൽപ്പൊടി ടിന്നെല്ലാം ഒട്ടിച്ചെടുക്കണേ. 6 പാൽപ്പൊടി ടിന്നും ഇങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുക്കണേ. അപ്പോൾ ഞാൻ ഓൾറെഡി 2 എണ്ണം ഒട്ടിച്ചിട്ടുണ്ട്. അത് ആദ്യം ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. ഇനി ബാക്കി 4 എണ്ണവും കൂടെ നമുക്ക് ഒട്ടിക്കണേ. 4 എണ്ണം ഇതേപോലെ മേളിൽ വെച്ച് ഒട്ടിക്കണേ. ഞാനിത് ഗ്ലൂ വെച്ചാണ് ഒട്ടിക്കുന്നത്, ഫെവിക്കോള്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യണേ, അല്ലെങ്കിൽ ഒട്ടത്തില്ല കേട്ടോ. പിന്നെ അത് ഉണങ്ങാനും വെക്കണേ, അല്ലെങ്കിൽ അത് ഊരി വരും. അപ്പോൾ ഇത് കുറച്ച് നേരം ഉണങ്ങാൻ വെക്കണം. അപ്പോൾ അത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചുകൂടെ സ്ട്രോങ് ആവാൻ വേണ്ടി നമുക്ക് സെലോ ടേപ്പ് വെച്ചൊന്ന് ചുറ്റി കൊടുക്കാവേ. ഞാൻ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തൂടെ ബ്ലാക്ക് ചാർട്ട് പേപ്പർ വെച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണേ. അപ്പം എങ്ങനെ ഒട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ, അതായത് നമ്മൾ ഇങ്ങനെ ചുറ്റിച്ച് അതായത് ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ, അതായത് ചുറ്റിച്ചിട്ടാണ് ഒട്ടിക്കേണ്ടത്. ഇങ്ങനെ ആദ്യം ഒരു സൈഡിൽ പശ തേച്ച് അവിടെ ഒട്ടിച്ചിട്ട് കുറച്ച് നേരം പിടിച്ചിട്ട് പിന്നെ പശ തേച്ചിട്ട് ഒട്ടിച്ച് അങ്ങനെ ഒട്ടിക്കണേ. ഇനി നമുക്കിതിൽ പെയിൻ്റ് അടിക്കാം. അപ്പോൾ പെയിൻ്റ് അടിക്കാൻ ഞാൻ ചെറിയൊരു കപ്പിൽ 50 മില്ലി വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്യാണ്, അതായത് കാപ്പിപ്പൊടി ഇടുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇനി ഞാൻ ഇതിലേക്ക് വാട്ടർ കളറിൻ്റെ ഒരു ഗ്രീൻ കളർ കട്ട് ചെയ്തിടുകയാണ്, അതായത് വാട്ടർ കളറാണ്. എന്നിട്ട് അതൊന്ന് അലിയിച്ച് കൊടുക്കണേ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗ്ലൂ ഇടണേ. ഇത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഉണ്ട്. 1 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഈ ഗ്ലൂ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞ് നമ്മളത് പിടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ആക്രിലിക് പെയിൻറ് ഇടുകയാണ്, ഓറഞ്ച് കളർ. ഇതാണ് ആക്രിലിക് പെയിൻറ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ബ്രൗൺ കളറിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻറ് അടിക്കാവേ. അപ്പോൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ അടിയിലൊരു സ്റ്റാൻഡ്, അതായത് റിങ് സ്റ്റാൻഡ്, അതായത് വട്ടത്തിലുള്ള സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ അതിന് ബാലൻസ് കിട്ടാനാണ്. അപ്പോൾ അതൊരു വട്ടത്തിലുള്ള സ്റ്റാൻഡ് റിങ് ആണ്. അപ്പോൾ ഞാൻ അതാണ് ബാലൻസ് കിട്ടാൻ വെച്ചിട്ടുള്ളത്. ഇനി ഞാൻ ഇതിൻ്റെ മേളിലൊരു കേക്ക് ബോർഡ് ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് കേക്ക് ബോർഡ്. ഈ കേക്കിൻ്റെ കൂടെയൊക്കെ കിട്ടുന്ന ബോർഡാണ്. അപ്പോൾ ഇത് ഒരു ഗോൾഡൻ കളർ ബോർഡാണ്. അപ്പോൾ ഇത് ഒട്ടിക്കണേ. അപ്പം ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് കണ്ടോ. ഇപ്പം ഞാൻ ചെടിയും വെച്ചിട്ടുണ്ട് കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഞാൻ എന്നിട്ട് ആ കേക്ക് ബോർഡിൻ്റെ അടിയിൽ ഗോൾഡൻ ക്ലോത്ത് വെച്ചൊന്ന് ചുറ്റിയിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ഡെക്കറേറ്റ് ചെയ്യാനാണ്. അപ്പോൾ അത് സിമ്പിൾ മെത്തേഡാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇമാജിനേഷൻ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ സിമ്പിളായിട്ട് ഗോൾഡൻ ക്ലോത്ത് വെച്ച് ചുറ്റിയെന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ടെലിഫോണൊക്കെ വെക്കാം കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെ ഞാൻ അതിൻ്റെ അടിയിൽ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു പിങ്ക് പൂവും ഒരു ഓറഞ്ച് ബ്രൗൺ സാഫ്രോൺ കളറ് ഒരു ഫ്ലവർ പോട്ടുമാണ് വെച്ചിട്ടുള്ളത്. എൻ്റെ കയ്യിൽ വേറൊരു ഫ്ലവർ പോട്ടും കൂടെ ഉണ്ട് കണ്ടോ. ഇതിൽ പോട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്, ഫ്ലവർ ഞാൻ ഉണ്ടാക്കിയതല്ല. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനി എൻ്റെ കയ്യിൽ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇത് ശരിക്കും ഒരു ഗ്ലാസ് പോലത്തെ ഒരു ഫ്ലവർ പോട്ടല്ല, ഒരു പോട്ട് പോലത്തെ ഒരു സാധനമാണ്. അതിൽ ഞാൻ ഫ്ലവേഴ്സ് ഇട്ടുന്നേ ഉള്ളൂ.
കണ്ടോ നല്ല രസമില്ലേ കാണാനായിട്ട്. ആ ഗോൾഡൻ കേക്ക് ബോർഡും ഈ ഫ്ലവേഴ്സും ഒക്കെ കാണാൻ നല്ല രസമില്ലേ. നല്ല രസമില്ലേ കാണാനായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിലും നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.